വന്യനായ ബഹുമാനപ്പെട്ട ആൻ്റണി കൊള്ളന്നൂരച്ഛൻ സ്വർഗത്തിലേക്ക് യാത്രയായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒത്തിരിയേറെ ഓർമ്മകളുമായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അദ്ദേഹം എനിക്ക് 10 വർഷത്തോളം സഹപ്രവർത്തകനായിരുന്നു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയായിൽ ചാൻസലർ എന്ന നിലയിൽ. അദ്ദേഹം കല്യാൺ രൂപതയിൽ വികാരി ജനറലായിട്ട് സേവനം ആരംഭിച്ചു. പിന്നീട് ചിറ്റില പുള്ളിപ്പിതാവിൻ്റെ തന്നെ ഒരു നിർദ്ദേശമനുസരിച്ച് വർക്കിപ്പിതാവ് അദ്ദേഹത്തെ ചാൻസലറായിട്ട് സഭയുടെ കൂരിയായിൽ നിയമിച്ചു. എല്ലാ ശുശ്രൂഷകളും സ്തുത്യർഹമായിട്ട് നിർവഹിച്ച ഒരു വന്യ വൈദികനാണ് അദ്ദേഹം. 100% ഒരു പുരോഹിതനായിരുന്നു. അതുപോലെ തന്നെ സഭാസ്നേഹിയായിരുന്നു. എന്നെപ്പോലുള്ള സഭയുടെ ശുശ്രൂഷകർക്ക് വളരെയേറെ പിന്തുണയും സ്നേഹവും കരുതലും ഒക്കെ നൽകിയിരുന്നയാളാണ്. ചിറ്റിലപ്പള്ളി പിതാവിനെ പിതൃതുല്യം സ്നേഹിച്ചിരുന്നു. വർക്കിപ്പിതാവിനോട് വലിയ ആദരം ബഹുമാനമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. എന്നോടും വളരെ സ്നേഹത്തോടെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അച്ഛൻ തൻ്റെ ശുശ്രൂഷകളെല്ലാം ആത്മാർത്ഥതയോടെ നിർവഹിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. മറ്റൊന്നുള്ളത്, അദ്ദേഹം തൻ്റെ ചാൻസലർ ശുശ്രൂഷയുടെ രഹസ്യം പാലിക്കൽ, അതുപോലെ തന്നെ വിശ്വസ്തത എല്ലാം കാത്തു പരിപാലിച്ചിരുന്ന ആളാണ്. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒരു പിഴവും ആ ശുശ്രൂഷയുടെ കാലത്ത് സംഭവിച്ചതായിട്ട് പറയാനില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ സഭയുടെ കൂരിയായിൽ സംയോജിപ്പിച്ച് കൂട്ടായ്മയോടുകൂടി കൊണ്ടുപോകുന്നതിനുള്ള ഒരു നല്ല നേതൃത്വവും അച്ഛൻ കൊടുത്തിരുന്നു. അച്ഛൻ്റെ ഈ എല്ലാവിധത്തിലുമുള്ള ഗുണഗണങ്ങൾ നമ്മളെ ഇന്ന് വാസ്തവത്തിൽ സംതൃപ്തരാക്കുകയാണ് ചെയ്യുന്നത്. അച്ഛന് ഗുരുതരമായ ഒരു മാരോ ക്യാൻസർ 10 വർഷം മുമ്പ് ഉണ്ടായി. അത് നല്ലതുപോലെ ചികിത്സ ചെയ്ത് ഭേദപ്പെടുത്തി. പക്ഷേ എന്നുവരികിലും ഇപ്പോൾ പിന്നീട് അത് വീണ്ടും വന്ന് മൂർച്ഛിച്ച് മരണം സംഭവിച്ചിരിക്കുകയാണ്. അച്ഛൻ്റെ സഹോദരപുത്രനായിട്ടുള്ള ഡോക്ടർ ലിജോ വലിയ ഒരു സഹായമായിരുന്നു വെല്ലൂരിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സകളൊക്കെ നടത്തുന്നതിന്. അതെല്ലാം ഈ സന്ദർഭത്തിൽ ഞാൻ സംതൃപ്തിയോടെ കാണുന്നു. ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ബാഹ്യമനുഷ്യൻ ക്ഷയിക്കുകയും പൗലോസ് പറയുന്നത് പോലെ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നമ്മളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഏതായാലും ദൈവം ഇതുവരെയും അദ്ദേഹം ഈ ലോകത്തിൽ കാത്തു സൂക്ഷിച്ചു. ഇനി സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം സൗഭാഗ്യം അനുഭവിക്കാൻ ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛന് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പൗലോസ്ലീഹ പറയുന്നത് പോലെ ജീവിതം ക്രിസ്തുവും മരണം ലാഭവുമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ആൻ്റണി അച്ഛനിൽ നിന്ന് നടന്നിരുന്നത്. അദ്ദേഹത്തിൽ ജീവിതം മിശിഹായായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മരണം ഒരു ലാഭമായിട്ട് സ്വർഗത്തിൽ ഈശോയോടൊപ്പം ആകുന്നതിന് സാധിച്ചിരിക്കും. അച്ഛൻ ചെയ്ത ശുശ്രൂഷകൾക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മാതൃക വൈദികർക്കും അതുപോലെ തന്നെ സമർപ്പിതർക്കുമെല്ലാം പ്രചോദനമരുളട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ സ്വർഗത്തിലും. അങ്ങനെ അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും പേരിൽ, സഭയുടെ പേരിൽ സ്വർഗത്തിൽ സന്തോഷം അനുഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തുതി.